എങ്ങനെയുണ്ട്? ആന ഉണ്ടോ നോക്കിട്ടോ. ആന കടുവയൊക്കെ ഉണ്ടാവും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ നിലമ്പൂർ വരെ പോവാണ്, നിലമ്പൂർ നെടുങ്കായത്ത്. അപ്പം ഐതും ഒക്കെ ഉണ്ട്. ഐതു ഇന്നലെ കച്ചറ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പോരിന് വെച്ചപ്പോൾ ഇനി പപ്പൻ്റെ കൂടെ ഒടുക്കില്ല എന്ന് പറഞ്ഞിനി. അപ്പോൾ എന്നും അവനോട് അറിയിച്ച് പോരണ്ട, അവിടെ നിന്ന് ഞങ്ങൾ പോയി വരാറിഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. ഞാൻ കുറച്ച് നേരം അങ്ങനെ കളിപ്പിച്ച്. അപ്പോൾ ഇനി എന്നൊന്നും കൊണ്ടുപോകണില്ല, അവിടെ റൂം പോയി കടന്നു പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. എൻ്റെ ചെറിയൊരു ഭാഗം കരയണേൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആളിപ്പോൾ വരും എന്ന് വിചാരിക്കുക. ഇപ്പം ഒന്ന് കരഞ്ഞ് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ വരുന്നുണ്ട്. എന്നിട്ട് കാട്ടറണ്ടല്ലേ കരച്ചിലിൻ്റെ മറ്റൊരു വെർഷനാണ്. കരച്ചിലൊക്കെ തീർന്ന് അല്ലേ? തീർന്നില്ലേ? ഇതാ അവസാനമാണ് കേട്ടോ. ഇനി പിത്തനെ കാട്ടിയാൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകല്ലോ കേട്ടോ. ഇങ്ങോട്ട് നോക്കി പറയും കൊണ്ടുപോകല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിട്ടോ. ഈ ഒരു സ്ഥലം കണ്ടാൽ തന്നെ അറിയാതെ എവിടെയാണെന്നുള്ളത്. നമ്മൾ നിലമ്പൂരെത്തി. ഈ സ്ഥലമാണ് നിലമ്പൂരിൻ്റെ സിമ്പല്. അപ്പം ഗൈസ്, നമ്മൾ ഇതാക്കണ ഇവിടെ നെടുങ്കൈ എത്തി അല്ലേ? ഇവിടെ എത്തുമ്പോൾ തന്നെ എന്ത് കാണാം നമുക്ക്? വെൽക്കം എന്താ കരിമ്പുയ അല്ലേ? കരിമ്പുയ വൈൽഡ് ലൈഫ്. ഇതോ ഇവിടെ എത്തിയില്ലേ? പോർഷക്ക് കയറട്ടെ. നമ്മളിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കാണ്ട്. ഇതാണ് ടിക്കറ്റിൻ്റെ കൗണ്ടർ. നോക്കാം നമുക്ക് എന്താ എങ്ങനെയാണെന്നൊക്കെ. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. നമ്മൾ കയറി വെക്കുക. അതിൽ വലിയവർക്ക് 35 റുപ്യ, കുട്ടികൾക്ക് 20 റുപ്യ എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ വണ്ടിക്ക് വേറെയുണ്ട്. 2 വീലർ ആണെങ്കിൽ 40 റുപ്യ, പിന്നെ 4 വീലർ ആണെങ്കിലും 40 റുപ്യ, അല്ല 3 വീലർ ആണെങ്കിലും 40, 4 വീലർ ആണെങ്കിൽ 50 റുപ്യ. വലിയ വണ്ടിക്കൊക്കെ പിന്നെ അനുസരിച്ച് കൂടും. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതാക്കണേ 170 റുപ്യ. അതായത് ഇതിൽ വലിയവർക്ക് പറഞ്ഞ പോലെ തന്നെ 35 റുപ്യ, രണ്ടാൾക്ക് 70 റുപ്യയായി. പിന്നെ കാറിന് 80 റുപ്യ, പിന്നെ കുട്ടിക്ക് 5-ന് 20 റുപ്യ. അങ്ങനെ മൊത്തം 170 റുപ്യ ആണ് ഇവിടെ കയറുമ്പം തന്നെ നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ കാണുന്ന കാട്ടിക്ക് അങ്ങോട്ട് കയറും. അങ്ങനെ പോവാം. നമ്മളിതാക്കണ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി കൊടുക്കുകയാണ് കേട്ടോ. ഒക്കെ വരും നമ്മൾ ഇതാക്കണ. ഇതിവിടെ സൺറൂഫിൻ്റെ മേലെ കയറി അല്ലേ? എങ്ങനെയുണ്ട്? ആന ഉണ്ടോ നോക്കിട്ടോ. ആന കടുവയൊക്കെ ഉണ്ടാവും. കടുവനെ മേത്തേക്ക് ചാടൂലേ? ഇവിടെ നോക്ക്, ചാടുവോ? അപ്പം നമ്മളിങ്ങനെ 2 ഭാഗവും കണ്ടങ്ങൾ, 2 ഭാഗവും കാടാട്ടോ. നമ്മളിങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് കണ്ടങ്ങൾ, ഇതാണ് തേക്കുകൾ കണ്ടങ്ങൾ. ഓരോരുത്തർ വാങ്ങി ലേലം വിളിച്ച് വെച്ചതൊക്കെ കേൾക്കാറ് കേട്ടോ. കണ്ടോ, ആ ലോങ്ങിൽ കുറേ തേക്ക് കൂട്ടിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ്. അതുകൊണ്ട് ഗൈസ്, ഓരോ നമ്പറൊക്കെ ഇട്ട് വെച്ചോണ്ടല്ലേ. കുറേ സ്ഥലത്ത് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. അത് അഥവാ വെള്ളം കയറി കഴിഞ്ഞാൽ ഒലിച്ചു പോകാണ്ടിരിക്കാനൊക്കെ ഈക്കാരം എന്ന് വിചാരിക്കണേ. ഈക്കാരം അതുകൊണ്ട് ഈ സൈഡിലാണ് തോനുള്ളത് കേട്ടോ. ഇഷ്ടം പോലെ വലിയ വലിയ തേക്കുകൾ. അപ്പോൾ ഗൈസ്, നമ്മൾ ചീവീടുകൾക്കിടയിൽ കൂടെ നമ്മളിത് അവിടെ എത്തിയിട്ടോ. ഇതാണ് പാർക്കിങ് ഉണ്ടല്ലേ. വിശാലമായ പാർക്കിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര സൗണ്ടുകൾ കേട്ടില്ലേ? അതാണ് ചീവീടിൻ്റെ സൗണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതാണ് ഉണ്ടോ, ഇതിലാണ് ഇങ്ങനെ പോകേണ്ടത് നമ്മൾ. ഇവിടെയാണ് ബംഗ്ലാവ്, ഇൻസ്പെക്ടർ ബംഗ്ലാവ്. അവിടെ നമ്മൾ പോവാം കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം നമ്മൾ ഇതിൽ കൂടെ അങ്ങനെ പോയി വെക്കാം. അതേമാതിരി ഇത് കണ്ടോ നിങ്ങൾ, അടിപൊളിയൊരു സംഭവം ഉണ്ടാക്കി വെച്ച്. ഇത് ഇവിടുത്തെ ഒരു മൂപ്പനും അതിൻ്റെ ഭാര്യയാണ്. അതിൽ മൂപ്പന് കഴിഞ്ഞ കൊല്ലം മരിച്ച്, മറ്റേ ആളിപ്പോഴും ജീവനോടുണ്ട്. മറ്റേതുപോലെ നായയാണ്, നായാട്ടിനെ പോണ. വലുതാക്കണ മരിച്ച കണ്ടോ, എൻ്റെ ഇതൊക്കെ അവിടെതാ. ഇരുമ്പ് പാലം അല്ലേ? നമുക്ക് അടിപൊളി ഒരു വ്യൂ കാണിച്ചു കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് അവിടെ ചാടും.
അപ്പോൾ ഞങ്ങൾ പുഴയും കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ നോ സ്വിമ്മിങ് അലൗഡ്, അതായത് പുഴയിൽ ആരും ഇറങ്ങരുത്. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ആൾ പറഞ്ഞ് നമ്മളോട് ആരും പുഴയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിന് ഇല്ല ഇതോ. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, അതായത് അപകട മേഖലയാണ്. അത് അതിൽ എന്താ എഴുതിയത് അറിയോ? 1938 ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ മുങ്ങി മരിച്ചതാണ് രേഖാമൂലമുള്ള ആദ്യത്തെ വിവരം. പിന്നെ അതിനുശേഷം പല സന്ദർശകരും ഈ കയത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യം കൊണ്ട് ഈ കയത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ്. ഏറ്റവും അവസാനം ഈ കയത്തിൽ എവിടെ എത്തി നമ്മൾ വെച്ച് ഏറ്റവും അവസാനം ഈ കയത്തിൽ മരണപ്പെട്ടത് 2024 ഫെബ്രുവരി 9 മലപ്പുറം ജില്ലക്കാരായ ആയിഷ റിദ, ഫാത്തിമ മൂസിന എന്നീ 2 സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഈ കയത്തിലെ എക്കാലത്തെയും അവസാന ദുരന്തവും അതായിരിക്കട്ടെ. ഈ കയത്തിൽ നീന്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. വനം വകുപ്പിൻ്റെ ഒരു നോട്ടീസാണിത്. അപ്പോൾ കേസ് ഞങ്ങൾ ഇതാക്കണില്ല ഇതു ഞങ്ങൾ പുഴയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. പക്ഷെ വെള്ളത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത് പോയി ഇരിക്കുക, നമുക്ക് ഫോട്ടോ എടുക്കണേ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പോയി നോക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ താഴത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലേ, ഞങ്ങളിങ്ങനെ പാലത്തുമ്മ കൂടെ വന്ന് ഇങ്ങനെ അതിലിങ്ങനെ പോയിക്കേനി. അന്ന് വരില്ലേനി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിനി. അപ്പം ഉണ്ടങ്ങൾ ഇതാണ് പോയിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ, പോയിൻ്റെ അടിയിൽ നിന്നുള്ള പാലത്തുമ്മക്കുള്ള വ്യൂ. അടിപൊളിയാണ്. പോയി നോക്കാം നമുക്ക്. ഞാൻ പാറമ്മക്ക് കൊടയും കുത്തി നടക്കുക മൂപ്പര്. നടക്കാൻ കഴിയ അതിൻ്റെ കുട കുത്തണേ ഇതു നോക്കണേ. ഇറങ്ങണം തോന്നണേ. പക്ഷെ ഇറങ്ങാൻ പറ്റൂല. ഓല ഇറങ്ങിയോട്ടെ, കുഴപ്പമില്ല. കുട്ടിയൊക്കെ ഇറങ്ങാൻ പറ്റാത്ത കേട്ടോ. അജി വെള്ളത്തിൽ ഇറങ്ങിക്കോ, ഇജി ഇറങ്ങിക്കണ വെള്ളത്തിൽ, അതിൽ കളിച്ചോ. ഓക്കെ. ആള് ഫോട്ടോക്ക് പോസ് ചെയ്ത് തരാ, കണ്ടില്ലേ? ചിരിച്ചോട്ടോ, ചിരിച്ചോട്ടോ. ആളുണ്ടോ ഫോട്ടോക്ക് പോസ് ചെയ്ത് തരണേ? ശരിക്ക് ചിരി, ശരിക്ക് ചിരി. അവന് മനസ്സിലായി, അവന് മനസ്സിലായി. ഇപ്പം കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ 360 കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നിന്നിട്ട് ഇതുണ്ടോ, അപ്പോൾ ഗൈസ് ഇവിടെ ഏകദേശം ഇങ്ങനെ ഇവിടുന്ന് കയറേണ്ടി വരും, കാരണം മഴ വരുന്നുണ്ട്. മഴ വരുന്നതിന് പിന്നെ മേലേക്ക് എത്തിയാൽ കുറച്ച് സമാധാനത്തിൽ പോവാം. ഒറ്റ കൊടിയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്യാമറാമാൻ കേട്ടോ. ഉണ്ടോ ഫോട്ടോ എടുക്കണേ? അവന് നിൽക്കുന്ന സ്ഥലം സുഖം കിട്ടിയിട്ടില്ല. അവിടുന്ന് മതിയാവും. എന്താ എൻ്റെ എന്തൊരു ഫോട്ടോഗ്രാഫറാ. ഉണ്ടോ ഫോട്ടോ എടുക്കുകയാണ്. അടിപൊളി, അടിപൊളിയാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന് കയറി, പുഴയിൽ കയറി നമ്മളിങ്ങനെ രണ്ട് ഭാഗവും ഫോറസ്റ്റാണ്. ഇഞ്ഞോ നമുക്കിതിൽ പോയാൽ അവിടെ ഒരു ശ്മശാനമുണ്ട്. പിന്നെ ശ്മശാനം ആരതാ എനിക്കറിയോ? ശ്മശാനം പറഞ്ഞാൽ എന്താ അറിയോ? അതിമ കളിക്കല്ലേ. ശ്മശാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴയ ഒരു ഓഫീസർ, ഫോറസ്റ്റ് ഓഫീസർ മരിച്ചിട്ട് അയാളെ ഇവിടെയാണ് അടക്കം ചെയ്തത്. അതാണ് നേരെ കാണുന്നത്. പിന്നെ ആനപ്പന്തി ഉണ്ട്. ഓക്കെ. സാറില്ല. ആനപ്പന്തി എന്താ എനിക്കറിയോ? ആനപ്പന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് പിടിക്കുന്ന കാട്ടാനകളെ കൊണ്ടുപോയിട്ട് തളക്കും. എന്നിട്ട് ആ ആനപ്പന്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടുന്ന് മെരുക്കിയെടുത്തിട്ട് നാട്ടാനയാക്കി മാറ്റും. അതാണ് ആനപ്പന്തി. പോയൊക്കെ നമുക്കാണ്ട് ഇതാണ് ആള്. ഇതുണ്ടോ? ES ഡാവ്സൺ. 1897 ജനനം, 1938 മരണം. അപ്പോൾ ഇതാണ് അയാളെ കല്ലറ. ഉണ്ടാളെ നമ്മളതിൻ്റെ അടുത്ത് പോയി നോക്കാം കേട്ടോ.
ചുറ്റും കാടാണ്. കാടിൻ്റെ ഇടയിലാണ് ഇയാൾ കിടക്കണത്. കൊടേക്ക് കണ്ടോ, ഇതാണ് ആളെ കല്ലറ. ഉണ്ടല്ലേ, ഈ കല്ലറമ്മൽ എഴുതി വെച്ചിരിക്കണ അയാളെ. അങ്ങോട്ട് ഇറങ്ങി ഇതുണ്ടോ, ഇതാ ഇതിക്ക് പോര്. കണ്ടോ കല്ലറ എമ്മൽ എഴുതി വെച്ചിരിക്കണത്, വായിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ. ഞാനുണ്ടോ ഇത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാക്കണം ആനപ്പന്തിൻ്റെ അവിടെ എത്തി ഇല്ല ഇതോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. അതുകൊണ്ട് നിങ്ങൾ ഗൈസ് ഇതിലാണ്ടാണ് കയറല്ലോ കേട്ടോ. ബോർഡൊക്കെ വെച്ചാണ്ടല്ലേ, വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡോ. അത് കോളനിയിലുള്ളിക്കാം, സോറി. ഇതാണ് ആനപ്പന്തി എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ ഐകൾ അയച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റും. അങ്ങനെ എന്നിട്ട് ആനനെ അതിൻ്റെ ഉള്ളിലിടും. ഇതിപ്പോൾ ഇങ്ങനെ മോഡിഫൈ ചെയ്താണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. എന്തായാലും 3 ആനനെ കയറ്റാനുള്ള സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് സംഭവം. അതിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട്, ആനപ്പന്തി. ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് 1935-ലാണ്. അന്ന് 41 ആനകളുണ്ടായിരുന്നു ഇവിടെ. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാരിക്കുയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവരുന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം 5 ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുശൻ ആണ്. ഈ ആനയെ പിടിച്ചത് ഈങ്ങാറിൽ നിന്നായിരുന്നു. ഇത്രയാണ് ഇതിൻ്റെ വിശേഷമുള്ളത്. ഇതു കണ്ടോ? എന്താണ്ട്? ആനയൊന്നുമില്ല. തൊട്ടോക്ക്. റോട്ടിലാകെ ചാണകമാണ് അങ്ങനെ നടക്കുന്നത്. കൊണ്ടോണോ നേരെ ഹായ് പറഞ്ഞാണി. അപ്പം നമുക്ക് അങ്ങ് ഡൽഹിയിൽ കൊണ്ട് പിടി അല്ലേ? നിങ്ങൾ കാണലുണ്ടോ? ഓക്കെ ഗൈസ്, ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഇത് ട്രൈബൽ ബദൽ സ്കൂളാണ്. പക്ഷെ ഇപ്പം ഇവിടെ പഠനമൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. കാരണം കുട്ടികളൊക്കെ എന്താ ഇപ്പോൾ പുറത്തേക്ക്, അതായത് ടൗണിലേക്ക് പോയിട്ടാണ് പഠിക്കണത് പറഞ്ഞു. ഇവിടെ ഇപ്പം പഠിത്തമൊന്നും നടക്കണില്ല. അപ്പോൾ ഇതാണോ, ഇതാണ് ഇവിടുത്തെ സ്കൂള്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡിങ്ങൊക്കെ തന്നെ. പിന്നുണ്ടോ പാർക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താണ് കുട്ടികൾക്ക്. പിന്നെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കണ്ടോ. വാവ്, അടിപൊളിയായിട്ട് അവർ ചെയ്ത് ഉള്ളത് പോലും ഉഷാറാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഞങ്ങൾ എളുപ്പവഴി നോക്കിയാണ്ട് സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ പോകുന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയതുണ്ടല്ലേ, നല്ലൊരു അരുവി, അടിപൊളി ഒരു അരുവി. നേരെ ഇങ്ങനെ ആ മേലെ റോട്ടിൽ നിന്ന് ചാടും അല്ലേ ഇത്. എവിടെയൊക്കെയാ നിനക്കല്ലേ വെള്ളത്തിൽ ഇറങ്ങണം പറഞ്ഞേ? ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയില്ലേ, സെറ്റായില്ലേ? ഞങ്ങളിനി ഇവിടുന്ന് കാലൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഇതു എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? തൊള്ളറന്ന് പറയും. എന്താ ഇപ്പൊ കണ്ടപ്പോ ഇവിടെ വന്നിട്ട്? ഒന്നും കണ്ടില്ല. ആന നമുക്ക് പോകുമ്പോ കാണുക. മഴ പെയ്തിട്ടാണ് ആന ഇറങ്ങാത്തത് കേട്ടോ. മഴ പെയ്ത ആനയൊന്നും വരൂല. ഇനി നടക്ക്, നമ്മൾ പോഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങിട്ടോ. ഞാൻ ബംഗ്ലാവിലൂടെ ഒന്ന് പോയി വെക്കാം നമുക്ക്. ഇത് ബംഗ്ലാവ് പോണ്ടേ? ബംഗ്ലാവിൽ കയറണ്ടേ? ബംഗ്ലാവ് പറഞ്ഞാൽ എന്താ അറിയില്ല. ഇവിടുത്തെ വലിയ വലിയ ഓഫീസർമാരൊക്കെ നിന്നിന സ്ഥലം അതാണ് ബംഗ്ലാവ് കേട്ടോ. അത് വേറെ ആൾക്കാരാ. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ കയറിയില്ല കേട്ടോ, എന്നെ കൊണ്ടാവില്ല. ഞാൻ നാളെ പോയതാണ്. അതുപോലെ ഞാൻ പറഞ്ഞാച്ച് പോലും ഇത് അവിടെ എത്തിനെ. പോലും പോയി കണ്ടു വരട്ടെ അല്ലേ. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. അവിടെ ഒരു ബംഗ്ലാവ് പോലെ ഒരു വീട്, ഇവിടുത്തെ ഓഫീസർമാർക്കൊക്കെ നിൽക്കാൻ. പിന്നെ മാത്രമല്ല ആർക്കെങ്കിലുമൊക്കെ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ കാട്ടുതാടകർ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല, നാടനാണ്, പുല്ലൊന്നിന്. അപ്പോൾ ഗൈസ് കഴിഞ്ഞിട്ടോ, നല്ലോണം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാം. കുറേ നടന്ന് കാലൊക്കെ വേദനയാലും തുടങ്ങിക്കണേ. ഞങ്ങൾ വണ്ടിയിൽ കയറി ഇനി നേരെ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഒരു കുരങ്ങനെങ്കിലും അല്ലേ ഇതോ, ഒരു കുരങ്ങനെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും ഇല്ല. ഒരു ആനനെയാണ് ആഗ്രഹം, പക്ഷെ ഒരു കുരങ്ങനെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു സാധനം നമ്മൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് റിട്ടേൺ ആണ് കേട്ടോ.
നമ്മള് ആനയും കണ്ടില്ല, എന്താ പറയാ, ഒന്നും കണ്ടില്ല. എന്ത് കണ്ടില്ല. അപ്പൊ നമ്മള് ഇതാക്കണേ, ഇറങ്ങായിട്ടോ. ഇവിടെ എത്തി. ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല നമ്മളൊന്നും കാണും എന്നുള്ള. ചീവീടിന്റെ ഒച്ച കേട്ടെന്നല്ലാതെ വേറൊരു സാധനം കണ്ടില്ല അല്ലേ. ഇതോ സാരല്ല, നമുക്ക് ഇനി പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടുന്ന് പുറത്തിറങ്ങി. നിർഭാഗ്യവശാൽ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ഒരു കുരങ്ങനെ പോലും നേരത്തെ പറഞ്ഞില്ലേ. അതൊന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങാത്തത്. അപ്പോൾ നഷ്ടമായി തോന്നുന്നു വന്നത്. കാണാൻ പറ്റി എന്നാലും. അപ്പോൾ ഇനി പിന്നെ വേറെ സമയത്ത് എന്തായാലും നമ്മൾ വരും, കാണും. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം ഒന്ന് ഉഷാറാക്കി പോവാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.